നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി രണ്ടെണ്ണമാണ്. കാര്യം നമുക്ക് എന്നാന്നറിയോ, വരുന്ന ഗസ്റ്റ് രണ്ടു പേർക്കും രണ്ട് ടേസ്റ്റാണ്. ടേസ്റ്റ് മീൻസ് അതല്ല, ഒരാൾക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്ക് വെജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്നാ ചെയ്യാൻ നോക്കും, രണ്ടു പേർക്കും എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഫസ്റ്റ് ഡിഷ് മട്ടണാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് ഓൾവേസ് നമ്മൾ പനീറാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് പറയാൻ രണ്ട് റെസിപ്പിയുടെയാണ് പറയണ്ടേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മട്ടൻ്റെ റെസിപ്പീസാണ്. റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഉപ്പ് കാണിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, എന്തായാലും ഉപ്പ് വേണം. നെക്സ്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പോകുന്ന ഇച്ചിരി പുളിയില്ലാത്ത തൈരാണ് വേണ്ടിയേ, 1 കപ്പോളം, 1 കിലോ മട്ടനുള്ള ഇതാ പറയുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, നാരങ്ങയുടെ നീര്, അതായത് 1 നാരങ്ങയുടെ പകുതി നീര്, ഇത് പിന്നെ കുറച്ച് ജീരകപ്പൊടിയാ. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടി, 1 കപ്പ് ഉള്ളി ബിരിയാണിക്ക് വറുത്തിടുന്ന പോലെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ മട്ടൺ ആകുമ്പോൾ നാച്ചുറലി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ. ഇത് പക്ഷെ മേടിച്ചതായതുകൊണ്ട് നമ്മൾ ടീസ്പൂൺ കണക്കിട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നെയ്യും വേണം. അല്ലാതെ നമ്മുടെ കുറച്ച് ഉപയോഗിക്കുന്ന ഏത് വെജിറ്റബിൾ ഓയിലാന്ന് വെച്ചാൽ അത്. ഇവിടെ ഞാൻ ഇപ്പം മേടിച്ചേക്കുന്ന 1 കിലോ മട്ടണാണ് മേടിച്ചേക്കുന്നത്. ഈ 1 കിലോ മട്ടൺ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമുമാണ് വേണ്ടിയത്. ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞേച്ച് നമുക്കിതങ്ങ് ചേർത്താൽ മതിയേ. നെക്സ്റ്റ് കൺഫ്യൂഷനേ വേണ്ട, ഇത് നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇനി ഉണ്ടാക്കുന്ന ഒരു പനീർ കറിയാണ്, അതും എളുപ്പ കാര്യങ്ങളാണ് വേണ്ടിയേ. ഇത് കുറച്ചൊരു 3 സവാള ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നതാ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് ഏലക്ക അല്ല, ഇത് മെലൺ സീഡ്സ് ആണ്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പാക്കിക്കോളൂ. പിന്നെ ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇതൊരു 2 പച്ചമുളകും 10 വെളുത്തുള്ളിയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പട്ടയുടെ ഇല 2 എണ്ണം, ഏലക്ക 2 or 3. പിന്നെ വേണ്ടിയത് കുറച്ച് ഒരു കഷ്ണം പട്ട. ഇത് ഞാൻ പനീറുണ്ടല്ലോ, കുറച്ച് ബട്ടറിൽ ഇങ്ങനെ ഷാലോ ഫ്രൈ അല്ല, കുറച്ച് മൊരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ബേസിക്കലി നമുക്ക് കുറച്ച് ബട്ടർ വേണം, അതായത് അന്ന് സോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടല്ലേ. പിന്നെ അലങ്കാരമായിട്ട് കുറച്ച് ജൂലിയൻസ് ആയിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, 1 പച്ചമുളക് 2 കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പ് എരിവ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി പഞ്ചസാരയാണ് ഇത്. പിന്നെ കുറച്ച് കസൂരി മേത്തി, പനീറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കസൂരി മേത്തി. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. ഇത്രയും സാധനം വേണ്ട. ഞാൻ പനീർ കറിക്കുള്ളത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയാവോ, ഞാനൊന്ന് അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാ. സാധാരണ എണ്ണ ഒഴിക്കുന്നത് അല്ല, ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഇതൊരു എന്നാ പറയുന്നത്, നമുക്കിപ്പോൾ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം, എന്നാൽ ഒത്തിരിയും വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് എളുപ്പത്തിൽ ചെയ്യാനുള്ള കാര്യമാണ് ഈ 3 സവാള അരിഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒരു പിടി അതിടുവാണേ. മെലൺ സീഡ്സ് ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1 കഷ്ണം നേരത്തെ കാണിച്ചില്ലേ ഇഞ്ചി, അതൊരു കഷ്ണം. പിന്നെ വേണ്ടിയത് 2 പച്ചമുളക്, അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഒരു എരിവാണ് കൂടുതൽ വേണ്ടത്. പിന്നെ 10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് വേണ്ട ഒരു വലിയ ഇല മാത്രം, പട്ടയുടെ ഇല, 3 ഏലക്ക, 1 കഷ്ണം പട്ട, ഇത്രയും ഇട്ടിട്ട് ഇത് ശരിക്കും ഒന്ന് വെന്ത് അതൊന്ന് തിളച്ച് ഒന്ന് വറ്റുവേലേ, ആ ഉള്ളിയും പച്ചമുളകും നമ്മൾ ഇട്ടിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് വേവട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മട്ടണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. മട്ടണും ഇതേപോലാണ് നമ്മൾ ഈ എല്ലാം കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ആദ്യം ഒരു ഇച്ചിരി ഉപ്പിടുക, അന്നേച്ച് കുറച്ച് തൈര് ഒഴിക്കണം, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ആക്ച്വലി ഒരു ടീസ്പൂൺ പോരാട്ടോ, ഒരു ടേബിൾ സ്പൂൺ കണക്കാ. എൻ്റെ 2 ടീസ്പൂണിലും വെള്ളം പറ്റിയതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നാരങ്ങ നീര് 1 നാരങ്ങയുടെയാണ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിക്കാം. പുളിയില്ലാത്ത തൈര നേരത്തെ ഒഴിച്ചിരിക്കുന്നത്, നോക്കിക്കോണം. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതേ മല്ലിപ്പൊടി എത്ര അളവെടുത്തോ അതേപോലെ തന്നെയാ മുളക് പൊടി. പിന്നെ 1 കപ്പ് വറുത്ത ഉള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ മേടിക്കുന്നതായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് നമുക്ക് മട്ടണിന് വേണ്ടിയത്. അപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മട്ടണ് കംപ്ലീറ്റ് ആയിട്ട് തിരുമ്മി നല്ലോണം ചേർക്കണം. ഓക്കെ, ഇത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ വേവാൻ വെച്ച ഉള്ളിയൊക്കെ നല്ലതായിട്ട് തിളച്ചു. ഇത് നല്ല ഒരു ഉള്ളിയുടെ ഒരു വേവ് ഉണ്ടല്ലോ, അത് ആവണം, ട്രാൻസ്ലൂസൻ്റ് ആവണം. അതേപോലെ അതിന് സമയം കൊടുക്കുക. വെള്ളം മുഴുവൻ നമുക്ക് വേണ്ട, വെന്ത് വെള്ളം ഒന്ന് വറ്റുമല്ലോ, ആ കണക്കാന്നെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുക്കർ എടുത്തേച്ച് നെക്സ്റ്റ് മട്ടണിലോട്ട് നമ്മൾ ചെയ്യുക. മട്ടനും ഇതേപോലെ ഒരുപാട് പണിയൊന്നുമില്ല. എന്നാന്നറിയാവോ, നമ്മളൊരു ഇച്ചിരി നെയ്യ് ഒഴിക്കണം, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചേച്ച് നമുക്ക് മട്ടൺ ഇതിനകത്തിട്ടൊന്ന് വേവിക്കാം. ഇനി നെയ്യ് ഒന്ന് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മട്ടൺ ഇതിനകത്തോട്ടിടാം. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഈ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന മട്ടൺ ഇടുവാണേ. ഈ മട്ടണിനകത്ത് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല. പിങ്ക് കളറിലിരിക്കുന്ന മട്ടൺ ഒന്ന് വൈറ്റായി മാറുക എന്നൊക്കെ പറയില്ലേ, അല്ലെ ചിക്കൻ പല പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ മട്ടൺ ഒന്ന് ആവണം. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഊറിക്കോട്ടെ, അന്നേച്ച് നമുക്ക് അടച്ചിടാം. ഇനി ഈ ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് മസാലയില്ലേ, അതായത് പട്ട നമ്മളിട്ടു, ഏലക്കായ ഇട്ടു, പട്ടയുടെ ഇല ഇട്ടു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയേച്ച് വേണം നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ. അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഭയങ്കര എളുപ്പമാണ്, വേഗം ആവുകയും ചെയ്യും. ഈ വെള്ളമൊക്കെ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഗ്രേവിക്കുള്ളതിന് അരച്ചെടുക്കാം. അപ്പോൾ അതേണ്ട നമ്മൾ എണ്ണ ഒഴിച്ചതും എല്ലാം മട്ടണിലും അങ്ങ് തെളിഞ്ഞു വരുവാണേ. എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാലല്ലേ നമുക്കിത് അടച്ചു വെക്കാം. എൻ്റെ വെള്ളം നല്ലോണം ഊറി. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ കുക്കർ അടച്ചു വെക്കുവാണേ. മട്ടൺ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ക്രീമും അണ്ടിപ്പരിപ്പും ചേർക്കത്തുള്ളൂ. ഓക്കെ, ഇതാണെന്നറിയോ, നമ്മുടെ ഉള്ളി തേണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളമേ ഉള്ളൂ. ഇനി ഇതൊന്ന് ആറി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചീനച്ചട്ടിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ ഇടണം. ഈ ബട്ടറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ മസാല, അതായത് നേരത്തെ ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് വഴറ്റിയില്ലായിരുന്നു, അതിനെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു നല്ലൊരു വിസിൽ വന്നു. അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നത്, ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ഇനി ഈ ഇട്ട ബട്ടർ ഒന്ന് നല്ലതായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഒന്ന് വഴറ്റി വരണ്ടേ, ആ ഒരു താമസം മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇതൊരു ഇച്ചിരി ഒന്ന് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പച്ച ചൊവ എന്ന് പറയില്ല, ആ റോ ടേസ്റ്റ് നമ്മുടെ വേവിച്ചപ്പോൾ പോയി. എന്നാലും ആ ബട്ടറിന്റെ ഒരു ഫ്ലേവറും എല്ലാം ഇതിനകത്തോട്ടൊന്ന് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ലതല്ലേ. ഗ്രേവി ഒരു ഇച്ചിരി തിക്കാവുക. ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുവാണേ. കാര്യം നമ്മൾ ആ ഒഴിച്ചേക്കുന്ന എല്ലാം ഒന്ന് വേഗണ്ടേ. വെന്തതാ, പക്ഷെ എന്നാലും ഗ്രേവി ഒരു തീരെ തിക്കായാലും കൊള്ളുകയില്ല. അരച്ചേക്കുന്ന പച്ചമുളക, പക്ഷെ അതിന്റെ എരിവ് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം മതി. ഗരം മസാലയുടെ ഫ്ലേവർ അല്ല ഇതിന് മുന്നിട്ട് നിൽക്കാനുള്ളത്. നമ്മുടെ ഗ്രേവിക്കകത്ത് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അതൊരു ഇച്ചിരി ഉപ്പ് വേണം. ബട്ടർ അൺസോൾട്ടഡ് അല്ല, സോൾട്ടഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോക്കി വെച്ച് ബാക്കി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന ഫ്ലേവേഴ്സിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു 1/2 ടീസ്പൂണോളവും ചേർത്താൽ മതിയേ. ഇതിനകത്ത് പച്ചമുളക് ചേർത്തു. നെക്സ്റ്റ് എരിവിനായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക്. നമ്മൾ ഇത്രയും ചേർത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ നേരത്തെ ഒഴിച്ച വെള്ളം പിന്നെ അങ്ങ് പറ്റി. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കുക. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ. അന്നേച്ച് ഈ ചേർത്തേക്കുന്നൊക്കെ ആ പനീറിൽ ഒന്ന് പിടിക്കണ്ടേ. പനീറിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല, അതായത് ഫ്ലേവർ ആയിട്ടൊന്നും ചേർത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഫ്ലേവർ മാത്രമേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രേവിയിലേക്ക് പനീറും കൂടെ ചേർക്കുവാണേ. ഇത് ബട്ടറിൽ വറുത്തത് കൊണ്ട് ഞാൻ ആ ബട്ടറിൻ്റെ ആ ഒരു എണ്ണയുണ്ടല്ലോ ഇത് കളയുന്നില്ല. അതിനകത്തോട്ട് ഞാൻ ഒഴിക്കുക. ഇനി ചേർക്കാനുള്ളത് കുറച്ച് നമ്മുടെ മല്ലിയില പോലെ തന്നെ കുറച്ച് കസ്തൂരി മേഥി. ഇതാരത്? ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ, ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോലും ചെയ്തില്ല എന്റെ ആനീസ് കിച്ചണില്. വെരി നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. അതെ, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നല്ലേ. അതാ കുഞ്ഞാപ്പൂ. അറിയോ? ഈ ആന്റിനെ അറിയാമോ? ആന്റി അല്ല, ചേച്ചി. അല്ലേ, ചേച്ചിയല്ലേ? ഞാൻ ചിലരോട് അധികം സംസാരിക്കാറില്ല. അന്നറിയോ, പറയുമ്പം ഇവൾ എന്നോട് എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോയെന്നറിയാവോ. ലാസ്റ്റ് ടൈം അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ മര്യാദക്ക് എന്നെയും എന്റെ ഏട്ടനെയും പിള്ളേരെയും കല്യാണത്തിന് വിളിക്കണമെന്നൊരു മര്യാദ ഉണ്ടോ? ഇല്ലേ? വളരെയധികം മോശമായി അല്ലേ? എന്നോട് ഒന്നുമില്ലെങ്കിൽ എന്റെ ഒരു ആദ്യ ഗുരു അല്ലേ അമ്മ. എന്നെ ഓർത്തില്ലെങ്കിലും ഞാൻ ഓർത്തു. ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പൊ വിളിക്കുമെന്ന്. നീ വിളിച്ചോടി. എന്റെ ചേട്ടൻ തലേ ദിവസമാണ് വിളിച്ച കല്യാണത്തിനില്ലേ. അയ്യോ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു കല്യാണം കഴിക്കാൻ പോവാന്ന്. വളരെ ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത കല്യാണത്തിൽ വന്ന സാരില്ല. അപ്പുറത്തെ അയൽവക്കം തന്നെ അല്ലായിരുന്നോ? അല്ല, നമ്മളവിടുന്ന് മാറി. അതൊരു അതുകൊണ്ട് മറന്നുപോയി അല്ലേ. പക്ഷെ എന്നാലും ഈ കുറ്റം അമ്മയ്ക്കും മോക്കും മാത്രം. അമ്മയ്ക്ക് മാത്രം ഇല്ല, അമ്മയ്ക്കും മോക്കും മാത്രം. പിന്നെ നല്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറയുമ്പോ അവിടെ കറക്റ്റ് ഒന്ന് എന്താ പറയാ, ഭാര്യ വഴക്ക് പറയുമ്പോ അറ്റ്ലീസ്റ്റ് അതൊരു ജാമ്യം എടുക്കുമെന്ന് വിചാരിച്ചു. നടക്കട്ടെ. പക്ഷെ നല്ല ഇപ്പൊ ഇത് എന്റെ ജോലിയാണ്. എല്ലായിടത്തും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വിളിച്ച് സംസാരിക്കുന്ന എല്ലാം ഞാൻ ചെയ്യണം. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. എന്തായാലും എന്റെ പ്രേക്ഷകരോട് ഞാനൊരു ക്ഷമ ചോദിക്കാച്ച, ഇവരെ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കാര്യം ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇതാരാ ഏതാ അതൊക്കെ. പിന്നെ അഫ്കോഴ്സ് താരേച്ചിയുടെയും ജയൻ ചേട്ടന്റെയും മോളെ ആർക്ക് പരിചയപ്പെടുത്തണ്ട അല്ലേ. കറക്റ്റ്. പക്ഷെ അർജുനെ നമുക്ക് പരിചയപ്പെടുത്തണം. ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചൺ ഒരു ഫാമിലി എന്താ പറയാ, ഫാമിലിയുടെ ഒരു ഷോ ആണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ മരുമോനായിട്ട് തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തും. നീങ്ങുന്നില്ലേ? ആ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ അർജുന ഡെഫിനറ്റ്ലി ഞങ്ങൾ തരും. എനിവേ, ഹാർട്ടി വെൽക്കം.
താങ്ക് യു ചേച്ചി. Hearty welcome. സോൾവ് ചെയ്യോ പ്ലീസ്, എന്നോട് മിണ്ടു. ഇനി ആവർത്തിക്കും. ഇല്ല, ജെംസ് വാങ്ങിച്ചു തരാം. ജെംസോ ഇനി ആവർത്തിക്ക്, നീ ഇനിയും കിട്ടുമോ? അയ്യോ, ഞാൻ മറന്നു കേട്ടോ, സോറി. അത് കേട്ടോ അർജുന്റെ നെഞ്ചിനകത്തൊരു പട്ടപടി. അപ്പൊ എന്തോന്ന് പറയാൻ പറ്റും, എന്നാലും ക്ഷമിക്കൂ. അതാ Sorry. കൊച്ചിന് കൊച്ചായി അതിന് 28 ഞങ്ങൾ ഈ പറയുന്നത് റീലി കൂടി കാണുന്നല്ലോ. ഞങ്ങക്ക് പരിചയമില്ല, അതെ പരിചയമില്ല. നോക്കിയോ നമ്മള് ഒരു വർഷങ്ങളായിട്ടുള്ള പരിചയങ്ങളില്ല. ഇതെന്റെ മോള്. കൊച്ചാണോ? സുധാപുനെ ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം അല്ലോടോ? അല്ലേടാ അല്ലേ? സുധാപുനെ ആൾക്കാർക്ക് ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. തന്നേച്ചു നോക്കോ. അമ്മൂമ്മ ഇങ്ങനെ സുധാപൂ വിളിച്ച് നടക്കുന്ന ഞങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട്. അമ്മാട്ടോടെ കാര്യമാണ് പറയുന്നത്. അമ്മ ടു. അമ്മ ടു. അമ്മ ടു. ഇത് അമ്മ വണ്ണോ? ഓക്കെ. അപ്പൊ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിശേഷം ചോദിക്കട്ടെ. ചൂടാണോ? ചൂടാറിയിട്ട് തരണേ. ഓക്കെ. അപ്പൊ ശരിക്കും നിങ്ങളുടെ വിശേഷം എനിക്ക് സൗഭാഗ്യം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാന്നറിയോ, സൗഭാഗ്യം ഒരു ഡാൻസ് എല്ലാം ചെയ്ത് നടന്ന ഒരു കുട്ടി ഇപ്പൊ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാണുക ഞാൻ റീലിൽ കൂടെ. വിളിക്കാറില്ല, സംസാരിക്കാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്റെ വിശേഷം അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഒരു ചാനൽ കൂടെ ഞാൻ മൊത്തം വിശേഷം അറിയുന്നുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഒരു പ്രൗഡ് മൂമെന്റ് അതൊക്കെ കാണുമ്പോ അല്ലേ. ശരിക്കും നടന്ന ആളല്ല. പക്ഷെ അതൊരു നല്ല കാര്യമല്ലേ. അത് ആരുടെയൊക്കെയാണോ, ഇത് ആരാണ് ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തത്, ആരുടെ നിങ്ങൾ രണ്ടുപേരുടെ ആണോ ഇതൊക്കെ ചോദിക്കാനേ ഇവിടെ നിന്ന് പറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് തരാനുള്ളടി അതും കൂടെ പറഞ്ഞിട്ട് പോവാടി. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് പനീർ ഉണ്ടാക്കുക. അർജുൻ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട്. അർജുൻ ഞാൻ മട്ടൺ ചെയ്യുക. അപ്പൊ ആലോചിച്ച് നോക്കിയേ എന്നാ സ്നേഹമാ എനിക്ക് സൗഭാഗ്യയുടെ അടുത്ത് അല്ലേ. ഇല്ല, തീരെ ഇല്ല. വളരെ മോശമായി വീഴും. കാര്യം അറ്റ്ലീസ്റ്റ് എനിക്കൊരു സപ്പോർട്ട് എങ്കിലും ഉണ്ടല്ലോ. സാമാന്യ മര്യാദക്ക് ഒരു കാർഡ് തന്നാ മതിയായിരുന്നു. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു. പക്ഷെ അമ്മ പാവമായതുകൊണ്ട് പിന്നെ എന്റെ ഗുരു ആയതുകൊണ്ട് ഒരു സ്ഥാനം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ ഈ ഒരു കറി ഒന്ന് തീർത്തേച്ച് ഞാൻ അങ്ങോട്ട് വരാൻ, അല്ല പകുതി വഴിക്ക് തരാൻ ഒക്കുകയല്ലോ. ഓക്കെ, ബാ. വീഴ് പോകും. ഞാൻ ഊണൊന്നും എടുക്കാൻ പറ്റുന്നില്ല. വഴക്ക് പറയുന്നതിന്റെ ആവേശത്തിൽ ഞാൻ എന്റെ കറി പകുതിക്ക് വെച്ച് ഓഫ് ചെയ്തു. പക്ഷെ എന്നാലും ബാക്കി കംപ്ലീറ്റ് ചെയ്യണമല്ലോ അല്ലേ. ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ജൂലിയൻസ് അരിഞ്ഞ് ഒരു ഇഞ്ചി, ഇതൊക്കെ വെറും ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നത്തിങ് മോർ. പിന്നെ ഗരം മസാല വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്ന് മാത്രം ഇട്ടേച്ചാൽ മതി. ഇതൊരു 5 minutes അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒത്തിരി 5 minutes ആയിട്ട് തന്നെ കൂട്ടണ്ട. ഇനി നമ്മുടെ മട്ടൺ എന്തായി നോക്കാം. ഓക്കെ, ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് ചേർക്കാനുള്ളതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അണ്ടിപ്പരിപ്പും ഫ്രഷ് ക്രീമും. പക്ഷെ ഇതിനകത്ത് നല്ല ഗ്രേവി ഉണ്ട്. ഞാനൊരു ഇച്ചിരി കത്തിച്ചോട്ടെ. ഇത് നമുക്ക് ഗ്രേവി എത്രയാ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറുക്കിയെടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു 2 സ്പൂൺ കാഷ്യൂനട്ട് പൊടിച്ചതും ഒരു വലിയ സ്പൂൺ ഫ്രഷ് ക്രീം. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് കുറച്ച് അറ്റകുറ്റ പണികളോടുകൂടി നമുക്ക് ബാക്കി അവരുമായിട്ട് ജോയിൻ ചെയ്യാം. Ali's Kitchen. Let's cook with love.